ഇമോഷൻസും രോഗങ്ങളും അതല്ലെങ്കിൽ ഇമോഷൻസും നമ്മളുടെ ആരോഗ്യവും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? തീർച്ചയായും ബന്ധങ്ങളുണ്ട്. പലപ്പോഴും ഈ ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ അതല്ലെങ്കിൽ നമ്മളുടെ മെൻ്റൽ സ്റ്റാറ്റസും ഫിസിക്കൽ സ്റ്റാറ്റസും തമ്മിലുള്ള ബന്ധം പറഞ്ഞു മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിളുണ്ട്. നമ്മൾ നല്ല വിശപ്പുള്ള സമയത്ത് ഭക്ഷണം കഴിക്കാനായി ടേബിളിൽ ഇരിക്കുമ്പോൾ, നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണം ടേബിളിലുണ്ട്, നമ്മളത് കഴിക്കാനായി ശ്രമിക്കുമ്പോൾ പെട്ടെന്നൊരു കോൾ വരികയാണ്. നമ്മൾക്ക് വളരെ ഇഷ്ടപ്പെട്ട നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. ഇങ്ങനൊരു ന്യൂസ് കേൾക്കുമ്പോൾ നിങ്ങൾ ആ ഭക്ഷണം കഴിക്കുമോ ഇല്ലയോ? തീർച്ചയായും 100% ആളുകളും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഇവിടെ എന്താണ് സംഭവിച്ചത്? നമ്മളൊരു ന്യൂസ് കേൾക്കുമ്പോൾ നമ്മളുടെ മാനസികാവസ്ഥ മാറുന്നു. അതേസമയം വളരെ പെട്ടെന്ന് നമ്മളുടെ ശാരീരികാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. നല്ല വിശപ്പോടുകൂടി ഭക്ഷണം കഴിക്കാനുള്ള ക്രേവിങ്ങിലിരുന്ന് നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. നമ്മളുടെ വിശപ്പ് കെട്ടുപോയിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും നമ്മളുടെ മെൻ്റൽ സ്റ്റാറ്റസ് നമ്മളുടെ ഫിസിക്കൽ സ്റ്റാറ്റസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ നമ്മളുടെ ഇമോഷൻസ് ആവട്ടെ, നമ്മളുടെ മറ്റു വികാരങ്ങളാവട്ടെ, നമ്മളുടെ ചിന്തകളാവട്ടെ, ഉറപ്പായും നമ്മളുടെ ആരോഗ്യത്തെ തീർച്ചയായും ബന്ധപ്പെട്ടിരിക്കുന്നു.